ഈ ഒരു കാർഡ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾക്കൊരു 800 രൂപ കിട്ടും. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് 500 രൂപയും നമ്മൾക്ക് 800 രൂപ വെച്ചും കിട്ടും. അത് വലിയൊരു പ്രത്യേകതയാണ്. കാരണം 10 പേര് ജോയിൻ ചെയ്താൽ 10 × 8 8000 രൂപ കിട്ടി. നിങ്ങളിൽ എത്ര പേർ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ട്? നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഡെബിറ്റ് കാർഡുകളാണ് ഉപയോഗിക്കാറ്, അഥവാ ATM കാർഡ്. എന്തുകൊണ്ടാണ് നമ്മൾക്ക് ബാങ്കുകൾ ക്രെഡിറ്റ് കാർഡ് തരാത്തത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരാൾക്കൊരു ക്രെഡിറ്റ് കാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ മുന്നൊക്കെ ഫ്രീ ആയി കൊടുത്തിരുന്നു. ഇപ്പോൾ സിബിൽ സ്കോർ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാങ്കിൻ്റെ സൈഡിൽ നമ്മൾ എന്തെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ടോ, അതൊക്കെ കണക്കാക്കിയിട്ടാണ് നമ്മൾക്ക് ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ ബാങ്കുകാർ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിച്ചാലും നമ്മൾക്ക് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 45 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ക്രെഡിറ്റ് കാർഡുകൾ ലഭ്യമാവുകയുള്ളൂ. പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കണ്ടോ, അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ കയ്യിൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടും. ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നത് എപ്പോഴും നമ്മൾക്ക് വേറൊരു വരുമാനം അല്ലെങ്കിൽ വേറൊരു ക്യാഷ് വരാനുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കാൻ തന്നെ പാടുകയുള്ളൂ. കാരണം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു പേയ്മെൻറ്റ് തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ പ്രത്യേകതകളെന്ന് ജസ്റ്റ് ഒന്നുകൊണ്ട് ഓടിച്ച് പറഞ്ഞുതരാം. 30,000 രൂപ മുതൽ 5 ലക്ഷം വരെയുള്ള എമൗണ്ട് ഏതുമായിക്കോട്ടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിൽ, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വാലറ്റിലും ലഭ്യമാകും, ഈ ഒരു ഓഫ്ലൈൻ കാർഡിലും ലഭ്യമാകും. നിങ്ങൾക്ക് ഇനി ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് പേയ്മെൻറ്റ് ആവശ്യമെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് മാറ്റിക്കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ മാക്സിമം 1 മിനിറ്റൊക്കെ എടുക്കുന്നുള്ളൂ. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യാൻ കഴിയും. പക്ഷേ അതിന് ഒരു ചെറിയ സർവീസ് ചാർജ് ഉണ്ട്. ഓരോ എമൗണ്ടിനനുസരിച്ചും സർവീസ് ചാർജ് ഡിഫറൻ്റ് ആയിക്കൊണ്ടേയിരിക്കും. പിന്നെ ഈ കമ്പനി പറഞ്ഞിരിക്കുന്ന കാലാവധിക്കുള്ളിൽ നമ്മൾ ഈ ഒരു എമൗണ്ട് തിരിച്ചടയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത എമൗണ്ട് മാത്രം തിരിച്ചടച്ചാൽ മതി. അതായത് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ എന്ന് പറയുന്ന സംവിധാനം ഇല്ല. പക്ഷേ അത് കഴിഞ്ഞ് എത്ര ഡ്യൂ ആണോ ബാലൻസ് ഉള്ളത്, അതായത് നമ്മളൊരു 1000 രൂപ എടുത്ത് 900 രൂപ തിരിച്ചടച്ചു, ബാക്കി 100 രൂപ അവിടെ ഡ്യൂ ഉണ്ടെങ്കിൽ ആ 100 രൂപയ്ക്കുള്ള ഇൻട്രസ്റ്റും കൂടി നമ്മൾ അടുത്ത പ്രാവശ്യമോ അല്ലെങ്കിൽ നമ്മൾക്ക് എപ്പോഴാണോ നമ്മുടെ കയ്യിലുള്ളത് ആ സമയത്തോ അത് തിരിച്ചടയ്ക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കാർഡ് എടുക്കാനുള്ള പ്രൊസീജിയേഴ്സ് എന്ന് നോക്കാം. താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസാണ് കാണാൻ കഴിയുക. ഇവിടെ ലെറ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്നൊരു ടാബ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം വരുന്ന ഈ ഒരു ബോക്സിൽ ടിക്ക് ചെയ്തതിന് ശേഷം ഐ അഗ്രി എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് വരുന്ന എല്ലാ കൺഫർമേഷനും അലോ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ഒരു മെയിൽ ഐ ഡിയുമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ കണക്ട് ചെയ്യാം. ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഫിനിഷ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്കിവിടെ 2 ഓപ്ഷൻ കാണാൻ കഴിയും. നിങ്ങൾക്ക് ഒരു സാലറി ഇൻകം ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ സെൽഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ ഇതിലേതാണോ അത് ചൂസ് ചെയ്യാം. ശേഷം നിങ്ങളുടെ മന്ത്ലി ഇൻകം എത്രയാണ് എന്നിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ 13,500 താഴെ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു 50,000 കൊടുക്കുകയാണ്. നിങ്ങൾ ടാക്സ് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. ശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഏതാണോ ആ ബാങ്ക് അക്കൗണ്ട് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് എസ് കൊടുക്കാം. മുന്നേ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡോ ലോണോ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ നോ. പർപ്പസ് ഓഫ് ദ ലോൺ എന്തെങ്കിലും ഒന്നുകൊണ്ട് കൊടുക്കാം. നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. ഇവിടെ ഒരു കാര്യം മറന്നിട്ടുണ്ട്, ആനുവൽ ടേൺ ഓവർ ഉണ്ട്. അത് ജസ്റ്റ് നമുക്കൊരു 25 lakh രൂപ സെറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടിന്യൂ കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ വ്യക്തി വിവരങ്ങൾ ഇവിടെ കൊടുക്കണം. നിങ്ങളുടെ ജെൻഡർ ഏതാണോ, അതിനുശേഷം നിങ്ങളുടെ പാൻ കാർഡിലുള്ള നെയിം അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായി കൊടുക്കണം. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ലെവല്, ശേഷം താഴെ കാണുന്ന ഗെറ്റ് ഓഫർ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം നിങ്ങൾക്ക് ഇതുപോലൊരു ഇന്റർഫേസിലോട്ടാണ് അത് അവസാനം എത്തിച്ചേരുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വിട്ടിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓഫർ എത്രയാണ് എന്നുള്ളത്
നിങ്ങൾക്ക് മാത്രമാണ് കാണാൻ കഴിയുക. കാരണം ഓരോരുത്തരുടെയും ക്രെഡിറ്റ് സ്കോറിനനുസരിച്ചിട്ട് 30,000 രൂപ മുതൽ 5 ലക്ഷം വരെയുള്ള ഒരു എമൗണ്ട് ഇതിൽ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു ബാങ്ക് അക്കൗണ്ട് കണക്ട് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് കൂടിയുണ്ട്. നിങ്ങൾക്ക് ഏത് ബാങ്ക് അക്കൗണ്ട് ത്രൂ ആണ് പേയ്മെൻറ്റുകൾ വിഡ്രോ ചെയ്യേണ്ടത് ആ ബാങ്ക് അക്കൗണ്ട് ഇവിടെ ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ എമൗണ്ട്, പിന്നെ അത് തന്നെ EMI എന്നാണ് ഞാൻ അടയ്ക്കേണ്ടത്, എത്ര രൂപയാണ് ഞാൻ അടയ്ക്കേണ്ടത് എന്നുള്ള ദിവസങ്ങളും അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനാണ് ഇവിടെ കാണാൻ കഴിയും. നമുക്കിവിടെ ഷോ കാർഡ് അതോടൊപ്പം തന്നെ വ്യൂ ഡീറ്റെയിൽസ് എന്ന് കാണാൻ കഴിയും. നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കാർഡിൻ്റെ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്കിവിടെ വ്യൂ ഡീറ്റെയിൽസ് കൊടുക്കാം. വ്യൂ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ കാർഡിലുള്ള ക്രെഡിറ്റ് ലിമിറ്റ് എത്രയാണ് എന്നിവിടെ കാണാൻ കഴിയും. ഞാൻ ഏകദേശം സ്പെൻഡ് ചെയ്തത് 19,760 രൂപ. എനിക്ക് മന്ത്ലി തിരിച്ചടയ്ക്കാനുള്ളത് 1,985 രൂപ വീതമാണ്. അത് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ എത്ര രൂപ വേണമെങ്കിലും തിരിച്ചടക്കാൻ കഴിയുമല്ലോ. അതിന് താഴെയായിട്ട് ഇവിടെ കാണാൻ കഴിയും എൻ്റർ എമൗണ്ട്. വേണമെങ്കിൽ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് നമുക്ക് ക്ലിയർ ചെയ്യും. EMI ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. അതെല്ലാം നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഇഷ്ടം പോലെ പേയ്മെൻറ്റ് ചെയ്യാൻ കഴിയും. ഇനി നമ്മളുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ കഴിയും. ഇനി ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് സ്കാൻ ആൻഡ് പേ എന്ന് കാണാൻ കഴിയും. ജസ്റ്റ് അതിനുള്ളിൽ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു UPIയിലോട്ടോ അല്ലെങ്കിൽ QR കോഡ് ഉപയോഗിച്ചിട്ടോ പേയ്മെൻറ്റുകൾ സെൻഡ് ചെയ്യാൻ കഴിയും. ഇനി നമുക്കിവിടെ ക്യാഷ് ട്രാൻസ്ഫർ എന്ന് കാണാൻ കഴിയുന്നത്. ജസ്റ്റ് അതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണ് നിങ്ങളുടെ ബാങ്കിലോട്ട് പിൻവലിക്കേണ്ടത് ആ എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മൾ 5,000 രൂപ നമ്മുടെ അക്കൗണ്ടിലോട്ട് പിൻവലിക്കുന്ന സമയത്ത് 200 രൂപ അഡീഷണൽ സർവീസ് ചാർജ് പോകുന്നുണ്ട്. അപ്പോൾ ടോട്ടലി 5,200 രൂപ നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും. നമ്മളിവിടെ ട്രാൻസ്ഫർ നൗ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് നമ്മൾ വിഡ്രോ ചെയ്ത പേയ്മെൻറ്റ് വരുന്നതാണ്. ഇനി ഇവിടെ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ റെഫർ ആൻഡ് ഏൺ എന്ന് കാണാൻ കഴിയും. നിങ്ങളുടെ കൂട്ടുകാരെ ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 800 രൂപയും നിങ്ങളുടെ സുഹൃത്തിന് 500 രൂപ വീതം കിട്ടുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ അറിവുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഔട്ട്, കീരൂസ്.